ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്ന് ഹായ് പറയാൻ വന്നപ്പോഴേ ഒരു ബ്ലോക്ക്, ഒരു ശ്വാസതടസ്സം. അപ്പോൾ ചിക്കൻ കണ്ടു, മുട്ട കണ്ടു. ഇതെന്താന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ഞാനിത് ഊട്ടി വരുമ്പോഴേക്ക് ചിക്കൻ മയോ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാനിട്ടാ. അപ്പോൾ ഇന്നലെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കന് മാറ്റി വെച്ചു. അത് കറിയിലിട്ടാലും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ലല്ലോ. അപ്പോൾ ആ കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ട് ഇന്ന് വൈകിട്ടാകുമ്പോഴേക്കും സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാനുള്ള പുറപ്പാടാണ് ഇട്ടാ. അപ്പോൾ വൈ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നന്നായിട്ട് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വാ, ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചിക്കൻ വറക്കാൻ പോവാൻ കേട്ടോ. ചിക്കൻ വറക്കാൻ ചിക്കൻ നമ്മൾ വറക്കാൻ വെക്കുന്നതിൽ ഞാൻ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് തിരുമ്പിയതാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പുറപ്പെട്ടതെന്ന് മാത്രം. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചിക്കൻ വറക്കാനാണ്. പിന്നെ മുട്ട പുഴുങ്ങാട്ട് നമ്മൾ മയോണൈസ് ഉണ്ടാക്കാനാണ് കേട്ടോ. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിറയെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവമല്ലേ, മുട്ട പുഴുങ്ങിയ മുട്ട കൊണ്ട് അല്ലെങ്കിൽ പാലുകൊണ്ടൊക്കെ മയോണൈസ് ഉണ്ടാക്കുന്നത്. അപ്പം അത് രണ്ടിലും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ഇന്ന് ഫസ്റ്റ് ടൈം ആയിട്ട് പുഴുങ്ങിയ മുട്ട കൊണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഇപ്പം സമയം 4 മണിയായിട്ട് അതേ ഊട്ടി വരിക 4:30 4:35 ആ സമയത്താണ്. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആവണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്താൽ അത്രയും നല്ലത് കേട്ടോ. ഇതിപ്പോൾ അമ്പ ചെറുതാക്കിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. നമ്മൾ എക്സ്ട്രാസ് ഒന്നുമില്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ എന്താണെന്നുള്ളത് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ സബോള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ബീൻസും ക്യാരറ്റും ഉപ്പേരിക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് 2 ക്യാരറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണെങ്കിൽ നമുക്ക് ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതില്ലാത്ത കാരണം ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചിക്കൻ വെന്ത് വരട്ടെ, മുട്ട വെന്ത് വരട്ടെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് സാൻഡ്വിച്ചിനുള്ള ബണ്ണ് നമുക്ക് കിട്ടിയില്ല കേട്ടോ. ഈ ബണ്ണാണ് കിട്ടിയത്. മറ്റേത് നീളനുള്ളതാവുമല്ലോ. അത് ഇവിടെ തലേദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറിയിൽ നിന്ന് കിട്ടുള്ളൂ. അത്ര ഞങ്ങൾ സ്പോട്ടിൽ പോയി വാങ്ങിച്ചതല്ല. അപ്പം നമുക്ക് കിട്ടിയത് ഈ ബണ്ണാണ് കേട്ടോ. അപ്പം ഈ ബണ്ണിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. രാവിലെ തൊട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പം ഇടയിലൊന്ന് ചെറുതായിട്ട് മഴ തുള്ളി, എന്നാലും ചെറിയൊരു വെയിലുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ തുണിയാളൊന്നും എടുക്കുക ഓടി. നമ്മൾ ചിക്കൻ അങ്ങനെ മൊരിയിപ്പിക്കുമ്പോൾ അതിങ്ങനെ നല്ല മൊരിയാണ് കേട്ടോ. കുറച്ച് സോഫ്റ്റ് ആയിട്ട് എടുക്കുക. ഇതൊന്നും കൂടി ആവാണ്ട് നമ്മുടെ മുട്ട ഇവിടെ ആയിൻ്റെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിടാം. നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ ആയിട്ടാ. കോരിയാതെ കിട്ടണില്ല, ചെറിഞ്ഞു കൊടുക്കട്ടെ. ഒരു ട്രിപ്പും കൂടെ ആക്കേണ്ടി വരും, കാരണം അതിലൊതുങ്ങില്ല. ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ.
തക്കാളിയും സവോളയൊക്കെ നമുക്ക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കട്ടെ, കാരണം അതൊക്കെ ബണ്ണിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടേ. അപ്പോൾ ചെറുതാക്കിയിട്ട് ക്യാരറ്റ് പിന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ക്യാരറ്റ് ഞാൻ 1.5 എണ്ണം എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് എനിക്ക് കഴിക്കാം. ക്യാരറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം പച്ചക്ക് കഴിക്കാൻ. 2 എണ്ണം എടുത്താൽ കൂടി പോകുമെന്ന് തോന്നി, അതുകൊണ്ട് നമ്മൾ 1.5 എണ്ണം എടുത്തു. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. സബോള ഇട്ട് കൊടുക്കുക, തക്കാളി ഇട്ട് കൊടുക്കുക, ഉപ്പും സാധനങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കട്ടെ. ഈ ചിക്കനും കൂടെ വറുത്തത് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാണ്ട്. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടെ ചിക്കൻ വേവാണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് മയോണൈസ് റെഡി ആക്കാം. അപ്പോൾ നമ്മുടെ പുഴുങ്ങിയ 3 മുട്ട ജാടിക്ക് ഇട്ട് കൊടുക്കാം. 1 2 3 ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി കുറച്ച് വിനാഗിരി ഇട്ടാം, കുറച്ച്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ. നമ്മൾ മറ്റേത് സൺഫ്ലവർ ഓയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കും. ഇതിന് വന്നിട്ട് പുഴുങ്ങി മുട്ടയിൽ ചെയ്യുമ്പോൾ നമ്മൾ അധികം ഉപയോഗിക്കണം കേട്ടോ, കുറച്ചാണ് നമുക്ക് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം അടിച്ചെടുക്കാൻ പോകണ്ട. അപ്പം നോക്കിയാൽ നമ്മുടെ മയോണൈസ് ഇങ്ങനെ ആയിട്ടുള്ളൂ. ഇതിലേക്ക് ഇപ്പം നല്ല ടൈറ്റ് ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടൈറ്റ് ആയിട്ടായിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ മയോണൈസ് നോക്കിയാൽ സൂപ്പറായിട്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യക്ക് പച്ചമുട്ടയിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അടിച്ചിരുന്നില്ലേ, അതേമാതിരി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ദേവട്ടിക്ക് അതാ ഇഷ്ടം. അപ്പോൾ എന്നോട് ഇന്ന് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ദേവട്ടി പറഞ്ഞു അമ്മ മയോണൈസ് ഉണ്ടാക്കണമെങ്കിൽ പഴയ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ, പുതിയ രീതിയിലൊന്നും ഉണ്ടാക്കില്ല കേട്ടോ, അതാ ടേസ്റ്റ് ചെയ്താൽ പറഞ്ഞത്. പക്ഷേ ടേസ്റ്റിനൊരു വ്യത്യാസമില്ല കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ അതിൽ ഒരുപാട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കും. ഇതിൽ ഞാൻ ആദ്യത്തെ ഒരു പ്രാവശ്യം ഒഴിച്ച് സൺഫ്ലവർ ഓയിൽ ഇങ്ങോട്ട് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചത് കൂടിപ്പോയെന്നുണ്ടെങ്കിൽ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ നോക്കിയിട്ടാണ് വെള്ളം ഒഴിച്ചിരുന്നത്, അതുകൊണ്ട് എനിക്ക് പാകത്തിന് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വിനാഗിരി ഒഴിക്കാൻ മറക്കരുത്. അപ്പം നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി. ഇനി നമ്മുടെ ചിക്കൻ ഇതാ വറുക്കൽ കഴിഞ്ഞു കേട്ടോ. ഇതൊന്ന് ഞാൻ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇച്ചിരി വലിയ കഷ്ണങ്ങളാണ്, അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ പിച്ചി നുള്ളിയിട്ടില്ലേ, അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അതൊന്നും ചെയ്യുന്നത് ചൂടാണ് ഫ്രണ്ട്സ്, ചൂട്. നമ്മുടെ പഴയ വ്യൂവേഴ്സൊക്കെ വീഡിയോയിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി തോന്നുന്നു കേട്ടോ. ഗീതേച്ചി പിന്നെ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്പച്ചട്ടി സൂപ്പറായിട്ടുണ്ട്, അത് ഇരുമ്പ് ചട്ടി വീട്ടിലെ തുരുമ്പ് പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിത് വാങ്ങിച്ചിട്ട് 2-4 കൊല്ലമായി കേട്ടാ. ഇത് മയക്കം പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അവർ അന്ന് എന്താ പറഞ്ഞത്, നന്നായി തേച്ച് മോറിയിട്ട് നല്ലെണ്ണ പറ്റി വയ്ക്കാൻ പറഞ്ഞു. നല്ലെണ്ണ പറ്റി വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം നമ്മൾ തിരിച്ചും ചൂടെടുക്കുമ്പോൾ വീണ്ടും കഴുകിയിട്ട് നമ്മൾ ചട്ടിയുമ്പോൾ നല്ലെണ്ണ പറ്റിയിട്ട് എടുത്തു. പിന്നെ വേറെ മയപ്പെടുത്താൻ നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് വെള്ളപ്പച്ചട്ടിയുടെ. അപ്പോൾ എല്ലാ സന്തോഷമുണ്ട് കേട്ടോ വീഡിയോ കാണുന്നതിനും കമൻറ്റ് ഇടുന്നതിനൊക്കെ. അതേപോലെ ശ്രീകുമാരി ചേച്ചി സുഖമായിട്ട് ഇപ്പോൾ സർജറിയുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റൊക്കെ കഴിഞ്ഞ് 3 മാസം ആവാറായി തുടങ്ങി. ഇനിയിപ്പോൾ ഈ 3 മാസം കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒരു ചെക്കപ്പിനെ പോകണം, അത്രയേ ഉള്ളൂ. ജോലിക്കൊന്നും പോയി തുടങ്ങിയിട്ടില്ല അങ്ങനെ. പിന്നെ സുചിത്രനെ കുറേ കാലമായി കണ്ടിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, കാരണം ഡീറ്റെയിൽ ആയി കമൻറ്റ് ഇട്ടായിരുന്നൊരു വ്യക്തിയാണ് സുചിത്ര. അപ്പോൾ കുറേ നാളായിട്ട് കമൻറ്റ് ഇടാറില്ല, എങ്ങാനൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് റിപ്ലൈയും തരാറില്ല. അപ്പം ഞങ്ങളോട് എപ്പോഴും പറയണ ഒരു വ്യക്തിയാണ് കേട്ടോ സുചിത്ര. പിന്നെ ഇന്നലെ ആരായിരുന്നു കമൻറ്റ്,
ശ്യാമളേച്ചി ഹായ്. എല്ലാവരെയും ഓർമ്മയൊക്കെ ഉണ്ടിട്ട് ആരെയും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും തിരിച്ചും എനിക്ക് നിങ്ങളുടെയൊക്കെ ഒരു പ്രചോദനമാണ് ഞാൻ മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് കമൻസും ഇല്ല, വ്യൂസ് ഇല്ലാണ്ടായപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. അതങ്ങനെ തന്നെയാണ്, നമ്മൾ ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല. അപ്പം ഇനി ഞാൻ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ചിക്കൻ പിച്ചി ചീന്തലും നുള്ളി പൊളിക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. കൈ വേദനിച്ച് ഇങ്ങനെ നുള്ളി ഇട്ടിട്ട് അല്ലെങ്കിൽ കട്ടിങ് പാട്ടും വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനങ്ങായിട്ട് മുമ്പ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. നാല് കഷ്ണം ഞാൻ മാറ്റി വെച്ചു. ഇനി കൂടെ ഉണ്ടാന്ന് വിചാരിച്ചത് അത്യാവശ്യം ഫില്ലിങ് ആയപ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കനിൽ എരിവുണ്ട്, അപ്പോൾ കുരുമുളക് പൊടി അധികമായിട്ടൊന്നും ഇട്ട് കൊടുക്കണില്ല. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് മയോണൈസിൽ ഉപ്പുണ്ട്, ചിക്കനിൽ ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ, ശ്രദ്ധിച്ചിട്ട് ഇട്ടാൽ മതി. ഇനി നമുക്ക് മയോണൈസ് ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട്, അല്ലെങ്കിൽ ഉപ്പ് ഇനി അവിടെ ഇവിടെയും പിടിക്കണ്ട. ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഇനി നമുക്ക് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം. ദേവൂട്ടിക്ക് ഇന്ന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമല്ല. പിള്ളേർക്ക് ഇത് മാത്രമൊന്നുമല്ല, വലിയവർക്ക് ഇഷ്ടം തന്നെയാണ്. എനിക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാവും. ഇതിൽ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഇടാട്ടോ, പക്ഷെ ഇതിൽ മല്ലിയില ഇല്ല. അതുകൊണ്ട് ഞാൻ മല്ലിയില ഇട്ടിട്ടില്ല. മല്ലിയിലയുടെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ആവുക. അപ്പോൾ നമ്മൾ പാകത്തിന് മയോണൈസൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓ സൂപ്പർ. നമ്മൾ ഷവർമയുടെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കില്ല, അതേമാതിരി. ദേവുട്ടിയുടെ വണ്ടി വന്നു കേട്ടോ, വേഗം റെഡിയാക്കട്ടെ. ദേവുട്ടീനെ എടുക്കുമ്പോഴേക്കും ഞാൻ അവിടെ ബ്രെഡ് ബണ്ണ് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടാ. അവള് കൈയും കാലൊക്കെ കഴുകി വരുമ്പോഴേക്കും റെഡിയാക്കാലോ. അപ്പൊ നമ്മള് ഇങ്ങനെ ഫുള്ളായിട്ട് പൊളിച്ചില്ല, ഒരു ഇച്ചിരി ഭാഗം അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹലോ, പറഞ്ഞിണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ സസ്പെൻസ് ഒന്നും ഇല്ല. കൊതി മാത്രമല്ലോ അല്ലേ? എനിക്ക് കൊതിയില്ല. എന്താണ്ടായിരുന്നു സ്കൂളില്? ഉപ്പിലൊക്കെ ആവുമ്പോ എന്തെങ്കിലുമൊക്കെ പറയാനെങ്കിലും ഉണ്ട്. ഇപ്പൊ എന്തല്ല പറയാൻ? ഇപ്പൊ ഹൈസ്കൂളായില്ലേ അല്ലേ? ഫുൾ ടൈം പഠിത്താ. എന്താ കൈയും കാലൊന്നും കഴുകാണ്ട് ഇതിൽ തൊടണ്ട, പോയി കഴുകിട്ട് വായ. അപ്പൊ അമ്മ ശരി കുളിച്ചിട്ട് ടേസ്റ്റ് നോക്കിപ്പോയി വായ. കൈയൊന്നും കഴുകിയിട്ടില്ല. വായലിക്കാൻ വെച്ചേ പാവം. എങ്ങനെയുണ്ട്? മയോണൈസ് ഒക്കെ ഉണ്ടല്ലോ, അടിപൊളി. മയോണൈസ് എങ്ങനെയുണ്ട്? നോർമൽ ഡ്രസ്സിന്. അതെ, അമ്മ പുഴുങ്ങിയ മുട്ടാട്ട ചെയ്ത്. ഇവിടെ സാധാ മറ്റേ പച്ചമട്ടോണ്ട് ഉണ്ടാക്കാറ്, അതൊക്കെ ഇഷ്ടം. ഞാൻ പറഞ്ഞു ഇന്ന് ദേവുട്ടിക്ക് അഥവാ ഇഷ്ടം, പക്ഷെ ഇതുകൊണ്ടാണ് ട്രൈ ചെയ്ത്. ടേസ്റ്റ് അതേമാതിരി തന്നെ, സൂപ്പർ. എല്ലാം മുട്ട ഓയിലിനല്ലേ ദേവുവോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 4 ബണ്ണ് കട്ട് ചെയ്തു കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ദേവുട്ടിക്ക് കുറച്ച് മയോണൈസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവള് മയോണൈസിൽ കുളിച്ചിട്ടാ കഴിക്കാന്ന് പറയില്ല, ആകെ നിറയെ വേണം അവൾക്ക്. അപ്പം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അത് ഫില്ല് ചെയ്തു. ഇതടയ്ക്കാം. ഇത്ര മതിയിട്ടാ. ഇനി അടുത്തേൽ ഫില്ല് ചെയ്യാം. ഓക്കെ, അടുത്തൊന്ന് ഫില്ല് ചെയ്തു. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വരട്ടേട്ടാ. ദേവട്ടിയുടെ ചായ ക്ലാസ്സിൽ ഒഴിച്ചിരിക്കുകയാണ്. ഇനി പരന്ന പാത്രത്തിൽ വെച്ച് ചൂടാറും. അപ്പൊ ഞാൻ വന്നു. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. ഏട്ടയ്ക്ക് സ്കൂളിൽ വിട്ട് വന്നോടനെ കുളിക്കാന്ന് പറയുന്നത് കുറച്ച് മടിയുള്ള കാര്യമാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുളിക്കാറുള്ളൂ. അപ്പൊ അതിനു മുമ്പ് കയ്യും കാലൊക്കെ ഒന്ന് കഴുകട്ടെ. കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകും. കഴിച്ചോളൂ. അത് ടേസ്റ്റ് നോക്കിക്കോ. ഇതെടുത്തതിൽ കുറേ മയോണൈസ് ആക്കിയിട്ടുണ്ടമ്മ. എനിക്ക് വേണ്ടി പ്രത്യേകം ആക്കി വെച്ചതാ. കഴിക്കട്ടെ? കഴിച്ചു നോക്കിയിട്ട് പറയൂ. കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അടിപൊളി. നമുക്ക് സോസിന്റെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. സോസാ? സോസ് വെച്ചിട്ടില്ല. വേറെ എന്തിന്റെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. അത് ക്യാരറ്റും സബോളയും തക്കാളിയൊക്കെ അല്ലേ? പക്ഷെ എന്റെ എന്തിന്റെ ഒരു സോസിന്റെ പോലത്തെ ടേസ്റ്റ് വരുന്നുണ്ട്. സോസേ ഇല്ല. അടിപൊളി. ഒരു ഇതിന്റെ മയോണൈസും പിന്നെ എന്താ പറയാ ബണ്ണിന്റെ ഒരു മധുരമൊക്കെ വരുമ്പോ അടിപൊളി. അടിപൊളി. അപ്പൊ ചിക്കൻ വാങ്ങിക്കുമ്പോ ട്രൈ ചെയ്യണം. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഒരു മിനിറ്റ്. യെസ്, ഫിനിഷ്. 8 ബണ്ണ്. ഞാൻ പിടിക്കാം. അപ്പൊ ഫ്രണ്ട്സ് അടിപൊളി കഴിഞ്ഞിട്ടാ. ഒന്നുമില്ല, ഇനി ദൈവത്തിലേക്ക് ഒരു കടി കഴിച്ചോളട്ടെ അമ്മ. സൂപ്പർ. ഈ ബണ്ണ് കുറച്ച് സ്പെഷ്യലാ. ദേവുട്ടിക്ക് കുറച്ചധികം മയോണൈസ് വെച്ചുള്ള കാരണം അടിപൊളി കഴിഞ്ഞിട്ടാ. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ മയോ നല്ല എനിക്ക് നല്ല ഉഷ്ണത്തന്ന് വെയിലുദിച്ച കാരണം എന്താണെന്ന് അറിയില്ല, വേർപ്പ് ഇങ്ങനെ ഒഴുകി വരുന്നു. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളുടെ ചിക്കൻ മയോ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ പോയി ചായ കുടിക്കട്ടെ.